എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിത് കയ്യിൽ കിട്ടിയപ്പോൾ കുറേ സമയം തുറക്കാതിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് മുഴുവനും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ സന്തോഷം നിങ്ങളെ കൂടി ഞാനൊന്ന് അറിയിക്കുകയാണ്. ഈ ഗിഫ്റ്റിന് പുറകിൽ വലിയൊരു കഥയുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാൾ തന്ന സ്പെഷ്യൽ ഗിഫ്റ്റാണിത്. ത്രെഡ് എന്ന ആപ്പിലൂടെ പരിചയപ്പെട്ട 2 സുഹൃത്തുക്കളാണ് ഞങ്ങൾ. വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ എഴുത്തുകളും അവളുടെ എഴുത്തുകളൊക്കെ ഒരുപോലെയാണെന്ന് ഒരു തിരിച്ചറിവിൽ നിന്ന് എപ്പോഴോ ഒരിക്കൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. കഴിഞ്ഞ 2 വർഷത്തിനടുത്തായിട്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ അവളാണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ അവൾക്കും അതുപോലെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ചിന്താഗതികളും എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ ഇത്രയും അടുത്ത കൂട്ടുകാരികളായിട്ട് മാറിയതും. ഈ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം ഞാൻ ഒരുപാട് സമയം ഇത് തുറക്കാതെ വെച്ചിട്ടോ. കാരണം വല്ലാത്തൊരു സർപ്രൈസിങ് ആയിപ്പോയി എനിക്ക്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സമ്മാനം എന്നെ തേടിയെത്തുന്നത്. ഇതിനു മുൻപ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കിതുവരെ ഇങ്ങനൊരു സമ്മാനം കിട്ടിയിട്ടില്ല. അതും എൻ്റെ പിറന്നാളിന് വളരെ ദൂരത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളിൽ നിന്നൊരു സമ്മാനം കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നുപോയി എന്ന് വേണം പറയാൻ. അതിലെഴുതിയ വാക്കുകളൊക്കെ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ അവൾ എഴുതിയ വാക്കുകൾ എന്നെ വല്ലാതെ സ്പർശിച്ചു എന്ന് പറയാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ അത് കേട്ടോണ്ട് നിൽക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ. അങ്ങനെ ഒരാളെ എനിക്കിപ്പോഴാണ് കിട്ടിയതെന്ന് പറയാം. അതുപോലെ തന്നെ തിരിച്ചവൾ എന്നോട് അങ്ങനെ തന്നെയാണ് കേട്ടോ. അവളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്നത് എന്നോടാണ്. ഒരു ദിവസത്തിൽ ഞങ്ങൾ എത്ര തവണ വിളിക്കുന്നു ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. കാരണം ഇത്രയും സമയം വർഷമായിട്ട് പോലും അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അത്രമാത്രം അടുത്ത കൂട്ടുകാരികളിൽ. പക്ഷെ അവളിത് എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഞാൻ വളരെയധികം എന്താ പറയുക, വല്ലാത്തൊരു സിറ്റുവേഷനായി പോകും നമുക്കല്ലേ. ഇതിലെ ഓരോ ഗിഫ്റ്റുകളും ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണിച്ചു തരുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ആധികാരികമായി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സന്തോഷം എങ്ങനെയാണ് ആ ഒരു ഗിഫ്റ്റിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും അതിഭാവുകത്വം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. കുറച്ച് എഴുത്തിൻ്റെ അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ തുടങ്ങിയത്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നും എനിക്കറിയില്ല. കാരണം നമ്മുടെ ചില സന്തോഷങ്ങളെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല അല്ലേ. എങ്കിലും നിങ്ങൾക്കൊക്കെ ഈ ഒരു സന്തോഷം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓരോ ഇഷ്ടങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അവൾ ആ ഗിഫ്റ്റുകൾ തന്നത്. എനിക്ക് കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ്, അവർ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോ സമ്മാനങ്ങൾ തിരഞ്ഞെടുത്ത സമയത്തും അവൾ എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിലെഴുതിയൊരു വാക്കുകൾ പോലും എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൾ ചെയ്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരി രമ്യ എന്നാണ് പേര്. ഞാൻ പേര് പറഞ്ഞില്ല. തൃശ്ശൂരാണ് ആൾ, ഞാൻ കാലിക്കറ്റാണ്. ഞങ്ങളൊരു തവണയും മീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അതിർവരമ്പുകളൊന്നുമില്ലാതെ ഞങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്ന 2 കൂട്ടുകാരികളാണ്. ഒരുപാട് ദൂരെ നിന്ന് ഈ ഒരു സമ്മാനം കിട്ടിയ സമയത്ത് എൻ്റെ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി. ഞാനത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമ്മാനങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എന്നാൽ നമുക്ക് ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് കാണാമല്ലേ, അതിനോടൊപ്പം എൻ്റെ സന്തോഷങ്ങളും കാണാം കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി. വാച്ച്, പിന്നെ കമ്മലുകൾ, എത്ര കമ്മലാണ് ഇതിന്, എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. രമ്യ എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. ഇനി ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിലെഴുതിയ ഒരു വാചകം, പ്രിയപ്പെട്ട നിന്നോട്, നിന്നിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടറിഞ്ഞത്. ലവ് യു മൈ ഡിയർ ഫ്രണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ?
വിചാരിച്ചിട്ടാ. പിന്നെ ടീഷർട്ട് കണ്ടെണ്ണം. എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിത് കയ്യിൽ കിട്ടിയപ്പോൾ കുറേ സമയം തുറക്കാതിരിക്കുന്നു. കാരണം ആദ്യമായിട്ട് ഇങ്ങനെയൊരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ എത്ര റെസ്പെക്റ്റ് കൊടുക്കണം, അതൊക്കെ നമ്മൾ നോക്കണമല്ലോ. എന്തായാലും ഞാൻ ഒരിക്കലും മറക്കില്ല ലൈഫിൽ. എൻ്റെ കൂട്ടുകാരിയായിട്ട് എന്നും രമ്യ എൻ്റെ കൂടെ ഉണ്ടാവും, ലൈഫ് ലോങ് ഉണ്ടാവും. ലവ് യു രമ്യ.